കേന്ദ്ര പദ്ധതികൾ എന്ത് കേരളത്തിലെത്തിയാലും അതിനു മുന്നിൽ ഫ്ലെക്സ് അടിച്ചു വയ്ക്കുക എന്നതാണ് റിയാസിൻ്റെ പരിപാടി. പക്ഷേ വിഴിഞ്ഞത്ത് പോയപ്പോൾ കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് വലിയ നിലവിളിയാണ്. കാരണം ആ വേദിയിൽ രാജീവിന് കസേര ഉണ്ടായിരുന്നു, പക്ഷേ മുഹമ്മദ് റിയാസിന് കസേര ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നിലവിളി എന്നായിരിക്കും അവസാനിക്കുക? അത് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വിഷയമൊന്നുമല്ല. നിരാശ കൊണ്ട് ആഗ്രഹിച്ച കാര്യം സാധിക്കാതെ വരുമ്പം ആവശ്യത്തിലധികം പരിഗണന കിട്ടിയിട്ടുള്ള ഒരാളിനുണ്ടാകുന്നൊരു പ്രതികരണം അത്രയും മാത്രം കഴിഞ്ഞാൽ മതി. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ, അതിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ സാധാരണ സംഭവിക്കാത്ത വേഗതയിൽ ഒരു കോർപ്പറേഷൻ കൗൺസിലറായിട്ട് നിന്ന് പരാജയപ്പെട്ട ശേഷം പ്രത്യേക പരിഗണന വെച്ച് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ള മാത്രം ഒരൊറ്റ യോഗ്യതയുടെ പേരിൽ ആദ്യ വിവാഹത്തിലെ ഭാര്യയെ അതിക്രൂരമായി പീഡിപ്പിച്ച ചരിത്രമുള്ള റിയാസ്, കേരള സമൂഹം തന്നെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തേണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായ റിയാസ് ഏതോ മുജ്ജന്മ സുഹൃത്തം കൊണ്ടാവാം, അല്ലെങ്കിൽ ജനിച്ച സമുദായത്തിനോടുള്ള അമിതമായ താല്പര്യവും അവിടെ പ്രകടിപ്പിക്കുന്ന വർഗീയതയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നാളത്തെ രാഷ്ട്രീയത്തിന് പ്രയോജനപ്പെടുമെന്നുള്ള കണക്കൂട്ടലുകൊണ്ടുമാകാം. എന്തായാലും CPM-ലോ DYFI-ലോ SFI-ലോ വർഗ ബഹുജന സംഘടനകളിലോ പ്രവർത്തിച്ച പാരമ്പര്യത്തിൻ്റെ പേരിൽ, പ്രവർത്തിച്ച് തെളിയിച്ച മികവിൻ്റെ പേരിലോ ഈ സ്ഥാനത്ത് എത്തിയ ആളല്ല മുഹമ്മദ് റിയാസ്. അല്ല, പക്ഷെ മുഹമ്മദ് റിയാസ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരുന്നത് അല്പത്തരമാണ്, അതിനുള്ള ഉൾപ്പെടെയുള്ളവർ. അത് അയാള് പറയുന്നതല്ലല്ലോ ഞാൻ പറയേണ്ടത്. അയാള് പറയുന്നത് തോന്നിവാസത്തിനല്ലോ പറയേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അല്പത്തരമാണെന്ന് പറഞ്ഞത് മുഹമ്മദ് റിയാസിന്റെ വിവരക്കേടാണ് എന്ന് ഞാൻ മറുപടി പറയും. അല്ലെങ്കിൽ അല്പത്തരത്തിന് വേറെ വാക്കുകൾ പറയാം, അത് ഞാൻ പറയുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരെ പോലെ ജീവിതത്തിൽ പ്രവർത്തിച്ച് മികവ് തെളിയിച്ച, കൈവച്ച എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച കേരളത്തിൻ്റെ ഭാവിക്ക് പ്രതീക്ഷ നൽകുന്ന വികസിത കേരളം എന്ന കൃത്യമായ ലക്ഷ്യം നേടുന്നതിനുള്ള വ്യക്തമായ അജണ്ടയുള്ളൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും അല്പത്തരം. റിയാസിന്റെ അല്പത്തരം, ഇതേ അല്പത്തരം പണ്ട് കുമ്മനം രാജശേഖരനോടും കാണിച്ചതാണ്. അത് ഈ കേരള സമൂഹം തള്ളിക്കളഞ്ഞതുമാണ്. കുമ്മനം രാജശേഖരനെയും രാജീവ് ചന്ദ്രശേഖരനെയും ഒന്നും കണ്ടാൽ പിടിക്കാത്തത്, ഇഷ്ടപ്പെടാത്തത്, അവരെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് മുഹമ്മദ് റിയാസ് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ക ജിഹാദിയായ ഒരു വർഗീയവാദിയായിട്ടാണെന്നാണ് ഞാൻ പറയുക. ഇല്ലെങ്കിൽ മറുപക്ഷത്തുള്ള അദ്ദേഹത്തിന്റെ സമൂഹത്തിൽപ്പെട്ട ആരെക്കുറിച്ചും ഇങ്ങനെ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ വഴിക്കുള്ള ചർച്ചയെക്കാട്ടി കൂടുതൽ വ്യക്തമായി പറയാൻ വേറെ കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും അതിൻ്റെ നേതൃത്വത്തിനും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ എതിരായിരുന്നു. അച്യുതാനന്ദനും പിണറായി വിജയനുമൊക്കെ അത് എതിർത്ത ചരിത്രം കേരളം നേരിട്ട് കണ്ടതാണ്. അതേ സാഹചര്യത്തിൽ കരുണാകരന്റെ മന്ത്രിസഭയുടെ കാലത്ത് തുടങ്ങി വെച്ചൊരു പദ്ധതി പിന്നീട് വന്ന ഓരോ മുഖ്യമന്ത്രികളും, ഉമ്മൻചാണ്ടി ആണെങ്കിലും ആന്റണിയുടെ കാലത്ത് പോലാണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടി അത് റിയലൈസ് ചെയ്തപ്പം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്, അത് പിണറായി വിജയനാണെങ്കിലും മുഹമ്മദ് റിയാസിനാണെങ്കിലും ഒരു നഷ്ടബോധമുണ്ട്. കാരണം ഈ പദ്ധതിയോട് എതിർത്ത് നിന്നിരുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾക്ക് താല്പര്യം വന്നത് ചൈനയിലെ ഒരു കമ്പനി, ആ കമ്പനിക്ക് ഇതിന്റെ കോൺട്രാക്ട് കിട്ടുമെന്നും ചൈനയ്ക്ക് തുറമുഖത്തിൽ കൂടെ ആണെങ്കിൽ പോലും കടന്നു കയറി തെക്കൻ കേരളത്തിന് അതിൻ്റെ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള
അവസരം കിട്ടുമെന്നുള്ള വലിയ മോഹമുണ്ടല്ലോ, EMS-നെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ വെച്ചു പുലർത്തിയ മോഹം, ചൈന ഭാരതം പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുക്കുമ്പം സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടില്ലെന്ന് അന്ന് വിചാരിച്ചത്, അല്ല ഇപ്പൊ കരുതുന്നത് സഖാവ് പിണറായിയെയോ സഖാവ് റിയാസിനെയോ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പോലെ തന്നെ ഇരുത്തും എന്നൊക്കെ മോഹിച്ച് ചൈനയുടെ കമ്പനിക്ക് വിഴിഞ്ഞം പോർട്ട് കിട്ടാം നിസാര കാര്യമൊന്നുമല്ല. ശ്രീലങ്കയിലും ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അവർ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായാൽ എത്ര അപകടകരമായി കാര്യങ്ങൾ പോകും എന്നറിയാവുന്ന സാഹചര്യം നിലനിൽക്കുമ്പം ചൈനയ്ക്ക് വേണ്ടി, ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വിഴിഞ്ഞത്തെ എതിർക്കുന്നതിൽ നിന്ന് അനുകൂലിക്കുന്ന ഘട്ടത്തിലേക്ക് മാറിയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ പദ്ധതിക്ക് ഏറ്റവും ആദ്യത്തെ അടി അവർ കൂടി പിന്തുണ കൊടുക്കുന്ന UPA സർക്കാരിൽ നിന്നായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ്, സീതാറാം യെച്ചൂരിയും മാർക്സിസ്റ്റുകാരും സപ്പോർട്ട് ചെയ്യുന്ന, അന്ന് പ്രകാശ് കാരട്ടായിരുന്നു അവർ സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടം ഇരിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൽ നിന്ന് കേരള സർക്കാരിൻ്റെ പ്രപ്പോസല് ചൈനീസ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നത്. അത് തള്ളിക്കളഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞെന്ന് ആലോചിച്ചാൽ അതുപോലും ഭാരതത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. തീർച്ചയായും അത് ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചു, അത് യാഥാർത്ഥ്യം. പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗിന് സീതാറാം യെച്ചൂരിയുടെയോ പ്രകാശ് കാരട്ടിൻ്റെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ സ്വാധീനത്തെ കവച്ചു വെച്ച് ചൈനയ്ക്ക് അവസരം നിഷേധിച്ചതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ആ സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത്, അതിൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത് IMF-ലും വേൾഡ് ബാങ്കിലും അമേരിക്കൻ സ്ഥാപനങ്ങളുടെ കാലങ്ങളോടും ജോലി ചെയ്യുകയും അമേരിക്കൻ വിധേയത്വം പൂർണ്ണമായും പുലർത്തുകയും ചെയ്തിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നുകൊണ്ടാണ്. എന്തായാലും അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് ചെയ്തതാണെങ്കിലും അതല്ല ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടാണെങ്കിലും ഇത് ചൈനയുടെ കമ്പനിക്ക് ഇത് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനം ഭാരതത്തിൻ്റെ ഉത്തമമായ താല്പര്യത്തിന് അനുകൂലമായി. നമ്മൾ ഓർക്കണം, റിയാസ് മന്ത്രിയായ ആദ്യഘട്ടത്തിൽ, അല്ല, ഈ റിയാസിന്റെ വിമർശനത്തിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന മറ്റൊരു കാര്യമാണ് ഈ പിണറായി കുറച്ചുനാൾ മുമ്പ്, ഒരാഴ്ച മുമ്പ് അവിടെ ഒരു യോഗം വിളിച്ചപ്പോൾ ഈ റിയാസിന്റെ ഭാര്യയും മറ്റൊരു മകനും അതോടൊപ്പം തന്നെ, ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ ഗൗരവം അതിനുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഈ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ ഗൗരവം അത് ഈ പറഞ്ഞ ശ്രീജിത്ത് പറഞ്ഞ കാര്യത്തിനുണ്ടോ? അല്ല, ആ വിമർശനം ആ വിമർശനം അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങളാക്കി. ഒന്ന് അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞ പ്രശ്നം, ഭാരതത്തിന്റെ താല്പര്യത്തിന് പാരവെക്കാൻ കഴിയാഞ്ഞ റിയാസ് ആദ്യം മന്ത്രിയുമായ കാലത്ത് പോലും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ വിപുലമാക്കണമെന്ന് താല്പര്യം പ്രകടമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീജിത്ത് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എനിക്കറിയില്ല, ആദ്യത്തെ ബന്ധത്തിലുള്ള മകനാണെന്ന് തോന്നുന്നു, മകനും പിണറായിയുടെ ഭാര്യയും കേരളത്തിലുള്ള എല്ലാ ഔദ്യോഗിക ചടങ്ങുകൾക്കും എവിടെയും എപ്പോഴും കയറി ചെല്ലാം. സ്വപ്ന വിളിച്ചാൽ ആ എംബസിയിലേക്കും പോകാം. അങ്ങനെ എവിടെ കയറി നരങ്ങുന്നതിനും അവർക്ക് സ്വാതന്ത്ര്യവും അവർക്ക് വേണ്ടത്ര എന്താ പറയേണ്ടത് അർഹതയും കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇരിക്കുന്നത് കണ്ട് പിണറായിയുടെ മരുമകൻ ഭയപ്പെട്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, വർഷങ്ങൾക്കുള്ളിൽ ഇന്ന് പിണറായി ഇരുന്ന കസേരയിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒന്നിരിക്കും എന്നുള്ള ഭയമാണ് ഇവിടെ പ്രകടമാകുന്നത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറും ദേശീയതയുടെ പക്ഷത്തുള്ള ആളുകളും ഭരിക്കുന്നവരുടെ ഭരണ സംവിധാനം വന്നു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസത്തിനപ്പുറം ജിഹാദി തീവ്രവാദികളുടെ താല്പര്യങ്ങൾക്ക് പ്രയോജനപ്പെടില്ല എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് റിയാസ് ഇപ്പോൾ ഇതുപോലെയുള്ള അപക്വമായ അല്പത്തരം വിളിച്ചറിയിക്കുന്ന വിവരം കെട്ട നിരീക്ഷണങ്ങളുമായിട്ട് വരുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.